നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സസൈസ് 9.2-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. Question number 1. There are two cuboidal boxes as shown in the adjoining figure. Which box requires lesser amount of material to make? അതായത് ഇവിടെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ബോക്സും ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയലിന്റെ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഏതിനാണോ കുറച്ച് എമൗണ്ട് വരുന്നത് അതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ബോക്സ് റിക്വയേഴ്സ് ദ ലെസർ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. സോ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഒരു രണ്ട് ബോക്സിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ട്. അതായത് ഒരു സോളിഡ് ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ഭാഗത്തിൻ്റെ ആകെ, അതായത് ടോട്ടൽ ഏരിയയാണ്, പുറമേ കാണുന്ന ആ ഭാഗത്തിൻ്റെ ടോട്ടൽ ഏരിയയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബോക്സിന് 6 ഫേസ് ആണുള്ളത്. അപ്പോൾ ആ 6 ഫേസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ ഇതിനാവശ്യമായത് ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്ന മെറ്റീരിയലിൻ്റെ ഏരിയ കിട്ടും, അതായത് അതിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്യൂബോയിഡ് ആണ്, കാരണം ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റും ഡിഫറെൻ്റ് ആണ്. ദെൻ ഇതൊരു റെക്റ്റാങ്കിൾ ടൈപ്പ് ആണ് ഇതിൻ്റെ ഫേസ് വരുന്നത്. സോ ഇവിടെ ക്യൂബോയിഡിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ. Length equal to 60 centimeter and breadth equal to 40 centimeter. Then height is equal to 50 centimeter. Total surface area of cuboid. Total surface area of a cuboid is equal to 2 into surface area കാണാനുള്ള ഇക്വേഷൻ ആണ് ക്യൂബോയിഡിൻ്റെ. ദെൻ 2 into LB plus BH plus HL. 2 into LB plus BH plus HL. Then values equation apply ചെയ്യാം. 2 into bracket of L into B. L length 60 into B is the breadth 40 centimeter. 60 into 40 plus 40 into height 50 centimeter ആണ്. height h 50 centimeter plus 50 into h into L. 50 into L 60 centimeter. 50 into 60. That's equal to 2 into bracket of 6 into 4, 24. 6 into 4 is 24. Then 0 plus 4 into 5 is 20. Then 20 plus
5 into 630, then 0, 0. That's equal to 2 into bracket calculation complete ചെയ്തതിന് ശേഷം പുറത്തുള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 2400 plus 2000 plus 3000. 2000 and 3000 is 5000 plus 2400 is 7400. That's equal to 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 0, 0. Then 2 into 0, 0. Then 2 into 4 is 8. 7 into 2 is 40. Therefore, answer is 40,800 centimeter square. ഏരിയ കൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ, ബിക്കോസ് ഇവിടെ എൽ ഇൻറ്റു 2 സെന്റിമീറ്ററും ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ സെന്റിമീറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എങ്ങനെയാണ് യൂണിറ്റ് വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അതേ രീതിയിൽ വരുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ്, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ്. ക്യൂബോയിഡിന്റെ കണ്ടു, ദെൻ ക്യൂബിന്റെ ആണ് എനിക്ക് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ്, ദാറ്റ്സ് ഈക്വൽ ടു 6 into സൈഡ് സ്ക്വയർ. സൈഡ് സ്ക്വയർ ഇവിടെ എ ആയിട്ട് എടുക്കാം സൈഡ്. സോ 6 into a square. Total surface area of a cube equal to 6 into a square. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? 6 ആണ്. ദെൻ എ സ്ക്വയർ മീൻസ് ഒരു സ്ക്വയറിന്റെ ഏരിയ ആണ് എ സ്ക്വയർ എന്നുള്ളത്, സൈഡ് ഇൻറ്റു സൈഡ്. ദറ്റ് ഈസ് 6 എ സ്ക്വയർ. ദെൻ വാല്യൂസ് അപ്ലൈ ചെയ്യാം. 6 into സൈഡ് ഇവിടെ വരുന്നത് എ ഈസ് ദ സൈഡ്, ദെർഫോർ എ ഈസ് 50 ആണ് വരുന്നത്. 50 into 50. A square is 50 into 50. That's equal to 6 into 5 is 30. Then 30 into 5 is 0, 50. 3 into 5 is 50. 150. Then 2 zeros. That is 50,000 centimeter square. Total surface area of cube is 50,000 centimeter square, and total surface area of cuboid is 40,800 centimeter square. സോ ഏറ്റവും കുറവ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ബോക്സ് ഉണ്ടാക്കുന്നത് ഏതാണ്? ഏതിനാണ് കുറച്ച് മെറ്റീരിയൽ ആവശ്യമായി വരുന്നത്? അതായത് ഏരിയ കുറച്ച് വരുന്നത് 40,800 ആണ്. ദാറ്റ് ഈസ് ക്യൂബോയിഡ്. അപ്പൊ ആൻസർ ഈസ് ക്യൂബോയിഡ് ആണ്. therefore lesser amount of മെറ്റീരിയൽ വരുന്നത് ക്യൂബോയിഡ് ആണ്. Second question. A suitcase with measures 80 centimeter into 48 centimeter into 24 centimeter is to be covered with a tarpaulin cloth. How many meters of tarpaulin of width 96 centimeter is required to cover 100 such suitcases? Question പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബോയിഡ് മാതൃകയിലുള്ള ക്യൂബോയിഡ് ഷേപ്പിലുള്ള സൂട്ട് കേസ് ആണ്. കാരണം ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും തന്നിട്ടുണ്ട്.
സോ അത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള സ്യൂട്ട് കേസ് ആണ്. ആ സ്യൂട്ട് കേസിനെ ഒരു ടർപോളിൻ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കാം. 100 സച്ച് സ്യൂട്ട് കേസസ്, ഇതുപോലെയുള്ള 100 സ്യൂട്ട് കേസ് കവർ ചെയ്യാൻ ആവശ്യമായ ടർപോളിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതേ മെഷറുള്ള 100 സ്യൂട്ട് കേസിൻ്റെ കവർ ചെയ്യാൻ ആവശ്യമായ ക്ലോത്തിൻ്റെ ലെങ്ത് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 96 സെൻറ്റിമീറ്റർ. ദെൻ നമ്മൾക്കറിയാം ഇത് ഒരു സ്യൂട്ട് കേസ് ആണെങ്കിൽ, അതായത് ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഒരു സ്യൂട്ട് കേസ് ആണെങ്കിൽ ഇതിനെ കവർ ചെയ്യാൻ ആവശ്യമായ ക്ലോത്തിൻ്റെ ഏരിയ ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ ഇതിനെ കവർ ചെയ്യാൻ ആവശ്യമായ ക്ലോത്തിൻ്റെ ഏരിയ നമ്മൾക്ക് ലഭിക്കും. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. സൂട്ട് കേസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതുപോലെയുള്ള 100 സൂട്ട് കേസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണോ അതായിരിക്കും ആ 100 സൂട്ട് കേസിനെയും കവർ ചെയ്യാൻ ആവശ്യമായ ടർപോളിൻ ക്ലോത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ദെൻ എന്ത് കണ്ടുപിടിക്കണം? വിഡ്ത്ത് തന്നിട്ടുണ്ട്. ദെൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ ടർപോളിൻ ക്ലോത്തിൻ്റെ, അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ, ഒരു ടർപോളിൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ആ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ടർപോളിൻ്റെ വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 96 ആണ്. വിഡ്ത്ത് ഇവിടെ 96 തന്നിട്ടുണ്ട്. ദെൻ എന്ത് കണ്ടാൽ മതി? അതിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ആണ് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ടർപോളിൻ, ദാറ്റ് ഈസ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ദെൻ ഇതിൻ്റെ ഏരിയ നമ്മൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ സൂട്ട് കേസിൻ്റെ 100 സൂട്ട് കേസിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ടർപോളിൻ്റെ ഏരിയ നമ്മൾക്ക് ലഭിക്കും. ദെൻ അതിൻ്റെ അകത്തുനിന്ന് ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. സ്യൂട്ട് കേസിൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് 80 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത് L ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ. Breadth is equal to 48 centimeter. Then height 24 centimeter. Height is 24 centimeter. Then total surface area. ആദ്യം ഈ ഒരു സ്യൂട്ട് കേസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുക. ദെൻ എന്ത് കണ്ടുപിടിക്കണം? 100 അതുപോലെയുള്ള 100 സ്യൂട്ട് കേസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. So total surface area of suitcase, that is total suitcaseന്റെ ഷേപ്പ് ക്യൂബോയിഡ് മാതൃകയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് ദാറ്റ്സ് ഈക്വൽ ടു 2 into LB plus BH. LB plus BH plus HL. Total surface area of a cuboid. Then values apply ചെയ്യാം. 2 into L into B. L is 80. Length 80 ആണ്. Then breadth is equal to 48. 48 plus then BH. B means breadth 48 into 24.
plus 24 into 80. 24 into 80. That's equal to 2 into ബ്രാക്കറ്റ് ഉള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 80 into 48. 48 into 80 equal to 8 into 8 is 64. 6 is carrying. 8 into 4 is 32. 32 plus 6, 38. 3,840 plus 48 into 24. 48 into 24 equal to 4 into 8 is 32. Then 3 is carrying. Then 4 into 4, 16. 16 plus 3 is 19. Then 8 into 2 is 16. 1 is carrying. Then 4 into 2 is 8 plus 1, 9. Then 2. 9 plus 6 is 15. 9 plus 1, 10. 10 plus 1 is 11. Plus 1,152 plus 24 into 80. 24 into 80. 0. 4 into 8 is 32. Then 3 is carrying. 8 into 2 is 16. 16 plus 3 is 19. 1,920. 1,920 equal to 2 into 3,840 plus 1,152 plus 1,920. That is 2. 4 plus 5. 9 plus 1 is 11. 2 is 11. Then 9. 9 plus 1, 10. 10 plus 9 is 19. Adding 1, that is 4. 4 plus 2 is 6. 6,912 into 2. 2 into 2 is 4. Then 2. 1 into 2 is 2. Then 9 into 2 is 18. 1 carry. Then 6 into 2 is 12 plus 1 is 13. That's equal to 30,824
സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഏരിയ ആണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. സോ 30,824 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ 1 suitcase-ന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടു. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് 100 suitcase-ന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ 100 ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ആൻ 100 suitcase-ന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. That's equal to 13,824 into 100. 1 suitcase-ന്റെ ആണ് 30,824. Then 100 suitcase-ന്റെ ആകുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറയാം, ലാസ്റ്റ് 2 zeros ആഡ് ചെയ്താൽ മതി. 13,824. Then 20 ആഡ് ചെയ്യാം. സെന്റിമീറ്റർ സ്ക്വയർ. 100 suitcase-ന്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. ദെൻ ആ ടോട്ടൽ സർഫസ് ഏരിയ തന്നെയാണ് ആ 100 suitcase-നെയും കവർ ചെയ്യാൻ ആവശ്യമായ ടാർപോളിൻ്റെ ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടാർപോളിൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. അതിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 96. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നീളമാണ്, അതായത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മീറ്റർ ആണ് അതിന്, എത്ര മീറ്റർ ആണ് ആ ടാർപോളിൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെങ്ത് കണ്ടുപിടിക്കണം. ഏരിയ കണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ട് ഇക്വേഷൻ അറിയാം. L into B is അതാണ് ഏരിയ കണ്ട് ഇക്വേഷൻ. സോ L into ഇവിടെ ഏരിയ ഓഫ് ടാർപോളിൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് tarpaulin is equal to area of tarpaulin is equal to 13,82,400 centimeter square. Then L into B, area means L into B ആണ്, കാരണം റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ടാർപോളിൻ ഉള്ളത്. സോ L into B is equal to റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ട ഇക്വേഷൻ L into B ആണ്, ലെങ്ത് into ബ്രെഡ്ത്ത് ആണ്. സോ L into B is equal to area 30,82,400. L അറിയില്ല. L into B is 96 equal to 13,82,400. Therefore, L is equal to 13,82,400 divided by 96. ഇവിടെ 96 LHS മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ RHSലേക്ക് മാറുമ്പോൾ അതെന്തായി മാറി, ഡിവിഷനായി മാറി. ദെൻ ഡിവൈഡ് ചെയ്ത് നോക്കാം. 13,82,400 divided by 96. 1396 പോവില്ല. Then 138. 138 how many times? 1 times.
So 1 into 96 is equal to 96. Then minus 8 minus 6 is 2. Then 3 minus 9 ചെയ്യാൻ പറ്റില്ല. So 13 ഇപ്പോൾ നിന്ന് 1 എടുക്കുക. That is 13. 13 minus 9 is 4. Then 2 ഇറക്കി എഴുതുക. 422. 422. How many times? 4 times. 4 into 6 is 24 to carry. Then 4 into 9 is 36. 36 plus 2 is 38. 2 minus 4 is ചെയ്യാൻ പറ്റില്ല. So 2 1 ഇപ്പുറത്ത് നിന്ന് എടുക്കുക. That is 12. 12 minus 4 is 8. Then ഇവിടെ എന്തായി മാറും? 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. So 11. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 11 minus 8. 11 minus 8 is 3. Then ഇവിടെ 3 ആയിരിക്കും. So 0. 38. Then 4 ഇറക്കി എഴുതുക. 384. 384. How many times? ഇവിടെ ഓൾറെഡി കിട്ടി. 4 ആണ്. 4 into 96 is 384. Minus ചെയ്യുമ്പോൾ 0. Then ഇവിടുത്തെ 0 ഇറക്കി എഴുതുക. ആൻസറിലും ഉള്ളും 0 എഴുതുക. Then 0 ഇറക്കി എഴുതുക. 0. So answer is 144. Sorry, 14,400. Therefore, length is 14,400 centimeter. ഇവിടെ ലെങ്ത് ആണ്, അതുകൊണ്ട് തന്നെ സെന്റിമീറ്റർ ആണ്. ഇവിടെ ഏരിയയിൽ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ ആണ് പറയുന്നത്. സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ബ്രെഡ്ത്ത് എന്താണ് വരിക? സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് വരുന്നത്. സോ 96 സെന്റിമീറ്റർ ആണ്. ഈ സെന്റിമീറ്ററും ഇവിടെയുള്ള ഒരു സെന്റിമീറ്ററും തമ്മിൽ കട്ടായി പോവും. സോ ഇവിടെ സെന്റിമീറ്റർ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ലെങ്ത്. So length L is equal to unit സെന്റിമീറ്ററിലാണ് 14,400 സെന്റിമീറ്റർ. ദെൻ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ ഹൗ മെനി മീറ്റർ ആണ് ചോദിച്ചത്. മീറ്ററിലാണ് ചോദിച്ചത്. നമ്മൾക്ക് കിട്ടിയത് സെന്റിമീറ്ററിലാണ്. നമ്മൾക്കറിയാം 1 meter is equal to 100 centimeter. 1 meter is equal to 100 centimeter. So 1 centimeter is equal to എത്രയായിരിക്കും? 1 centimeter is equal to 1 by 100 meter. 1 by 100 meter ആയിരിക്കും. ഇവിടെ 14,400 സെന്റിമീറ്റർ ആണ്. 14,400 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? അത് ഈക്വൽ ടു 14,400 ഡിവൈഡഡ് ബൈ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? ഇത് ഡിവൈഡഡ് ബൈ 100. 0 വെട്ടിപ്പോവും. That's equal to 144 meter. 144 meter ആയിട്ട് മാറും. 144 meter. ഇത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾക്ക് 1 meter is equal to 100 centimeter ആണെന്നറിയാം. So 40,400 centimeter is 144 meter ആയിരിക്കും. സോ ഇതാണ് ആൻസർ.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത 2 ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.